നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കേരളത്തിൽ താപനില വീണ്ടും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും അധികൃതർ പുറത്തിറക്കി. ചെങ്ങാലൂർ എടത്തൂട്ടുപാടത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് മതിലിൽ ഇടിച്ചു. അപകടം. ഡ്രൈവർക്ക് പരിക്കേറ്റു. മലയോര പട്ടയം ലഭിക്കാത്തവരുടെ വിവരശേഖരത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വെള്ളിയാഴ്ച മാന്നാമംഗലത്ത് നടത്തുമെന്ന് മന്ത്രി കെ രാജൻ പുല്ലൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നെന്മണിക്കര പഞ്ചായത്തിലെ തലവണിക്കര പുലക്കാട്ടുകര സബ് റോഡ് നാടിന് സമർപ്പിച്ചു. കെ രാമേന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കനകമല കാലേടം മഹാദേവ വിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് വെള്ളിയാഴ്ച രാവിലെ കൊടിയേറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ കല്ലൂർ ഭരതമഠം ചെക്ക് ഡാം റോഡ് നവീകരിക്കുന്നു. കെ രാമചന്ദ്രൻ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. അളഗപ്പനഗർ പഞ്ചായത്ത് 14-ാം വാർഡിലെ ചിക്കിനിക്കുളത്തിന്റെ നവീകരണം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ താപനില വീണ്ടും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും അധികൃതർ പുറത്തിറക്കി. തൃശൂർ, കൊല്ലം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി വരെയും പത്തനംതിട്ട, എറണാകുളം, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി വരെയും തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം മലയോര മേഖലകളിലൊഴികെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ജില്ലകളിലൊന്നും മഴ സാധ്യതകൾ ഇല്ല. താപനില ക്രമാതീതമായി കൂടുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്നും അധികൃതർ നൽകുന്ന അറിയിപ്പിൽ പറയുന്നു. സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉയർന്ന ചൂട് കാരണമാകുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പകൽ 11 മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക, പരമാവധി ശുദ്ധജലം കുടിക്കുക, നിർജ്ജലീകരണമുണ്ടാക്കുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ഒപ്പം നൽകിയിട്ടുണ്ട്. ചെങ്ങാലൂർ എടത്തൂട്ടുപാടത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് മതിലിലിടിച്ച് അപകടം. ഡ്രൈവർക്ക് പരിക്കേറ്റു. വെള്ളിക്കുളങ്ങര, മുപ്ലിയം, മണ്ണമ്പെട്ട, തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന PG ട്രാവൽസ് എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വ്യാഴാഴ്ച രാവിലെ 7ഓടെയായിരുന്നു അപകടം. ഡ്രൈവർ ഇഞ്ചക്കുട്ട് സ്വദേശി പെരുമലക്കുന്നേൽ സാനിക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവറെ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതുക്കാട് ഭാഗത്തേക്ക് പോയിരുന്ന ബസ് നിയന്ത്രണം വിട്ട് എതിർവശത്തുള്ള കാനയിലൂടെ കയറിയിറങ്ങിയ ശേഷം വീട്ടുമതിലിൽ ഇടിക്കുകയായിരുന്നു. കുറിച്ചിപ്പറമ്പിൽ ഡേവിസിന്റെ മതിലാണ് തകർന്നത്. അപകടത്തിൽ ഡ്രൈവർ പുറത്തേക്ക് തെറിച്ചു വീണാണ് പരിക്കേറ്റത്. ബസ്സിൽ യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽ ബസ്സിന്റെ മുൻചക്രം വേർപെട്ട നിലയിലാണ്. മലയോര പട്ടയം ലഭിക്കാത്തവരുടെ വിവരശേഖരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വെള്ളിയാഴ്ച മാന്നാമംഗലത്ത് നടത്തുമെന്ന് മന്ത്രി കെ രാജൻ ഒല്ലൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1977 മുൻപ് വനഭൂമി കുടിയേറിയവരിൽ നാളിതുവരെ പട്ടയം ലഭിക്കാത്തവരുടെ വിവരശേഖരണമാണ് മാർച്ച് 15 വരെ നടത്തുന്നത്. മാന്നാമംഗലം വില്ലേജ് ഓഫീസ് അങ്കണത്തിലെ പ്രത്യേക വേദിയിൽ രാവിലെ 10 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ റവന്യൂ ഭവന നിർമ്മാണ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിക്കും. വനം മന്ത്രി MK ശശീന്ദ്രൻ അധ്യക്ഷത വഹിക്കും. പട്ടികജാതി പട്ടികവർഗം ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. 1977 മുൻപ് കുടിയേറിയ മലയോര കർഷകരിൽ ഇനിയും പട്ടയം ലഭിക്കാനുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരമാണ്
കേന്ദ്രത്തിന്റെ അനുമതിയോടെ സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കുന്നത്. നേരത്തെ കുടിയേറിയ കർഷകർക്ക് മാർച്ച് 1 മുതൽ 15 വരെയാണ് അതാത് വില്ലേജ് ഓഫീസ് വഴി കർഷകർക്ക് അപേക്ഷ നൽകുവാൻ ഇപ്പോൾ അവസരം ലഭിക്കുന്നത്. ഈ അപേക്ഷകൾ പരിശോധിച്ച് കേന്ദ്ര സർക്കാരിന് അയച്ച് അവിടെ നിന്ന് ലഭിക്കുന്ന അനുമതിയോടെയായിരിക്കും പുതിയ പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിയുക. വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിന്നി ഉണ്ണികൃഷ്ണൻ, PP രവീന്ദ്രൻ, ഇന്ദിരാ മോഹൻ, ശ്രീവിദ്യ രാജേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം KV സ്വജു എന്നിവർ പങ്കെടുത്തു. ഫെബ്രുവരി മാസത്തിൽ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറെ 2 പ്രധാനപ്പെട്ട വർക്കുകൾ അനുവദിക്കുന്നത്. ആ 2 വർക്കുകൾ കൂടി 75 കോടി 4 ലക്ഷം രൂപയാണ് ഇപ്പോൾ AS നമുക്ക് ഇതിനകം ലഭ്യമായത്. ASന് ശേഷം TSലേക്ക് പോയി. 14-ാം തീയതി മാർച്ച് 14-ാം തീയതി ടെൻഡർ ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ TSലേക്ക് പോയി. ആ 2 വർക്കുകളിൽ ഒന്ന് കണ്ണാറ മൂർക്കനിക്കര നടത്തറ എന്ന് പറയപ്പെടുന്ന നടത്തറയിൽ നിന്ന് ആരംഭിച്ച് പൂച്ചട്ടി, മൂർക്കനിക്കര, വലക്കാവ് വഴി കണ്ണാറയിൽ എത്തിച്ചേരുന്ന റോഡിന് AS ലഭ്യമായത് 50 കോടി 12 ലക്ഷം രൂപയാണ്. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിലെ നിർമ്മാണം പൂർത്തീകരിച്ച തലവണിക്കര പുലക്കാട്ടുകര സബ് റോഡ് നാടിന് സമർപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു നിർമ്മാണം. കൊടകര കനകമല കലേടം മഹാദേവ വിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് വെള്ളിയാഴ്ച രാവിലെ കൊടിയേറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര കനകമല കലേടം മഹാദേവ വിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് വെള്ളിയാഴ്ച രാവിലെ കൊടിയേറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശിവരാത്രിക്ക് മുന്നോടിയായി മേച്ചിറ, മിനിനഗർ, കനകമല എന്നിവിടങ്ങളിൽ നിന്നുള്ള തണ്ടിക വരവ് മാർച്ച് 5-ന് വൈകിട്ട് നടക്കും. ശിവരാത്രി തലേന്ന് രാവിലെ വിശേഷാൽ പൂജകളും വൈകിട്ട് തിരുവാതിരക്കളി, വിവിധ കലാപരിപാടികൾ എന്നിവയുണ്ടാകും. ശിവരാത്രി ദിവസമായ മാർച്ച് 8-ന് രാവിലെ 5 മുതൽ നിർമാല്യം, ഗണപതി ഹോമം, രുദ്രാഭിഷേകം, പഞ്ചവിംശതി കലശം, ശിവപുരാണ പാരായണം, 9-ന് ശിവേലി, പഞ്ചാരിമേളം, വൈകിട്ട് 3-ന് കാഴ്ച ശിവേലി, പാണ്ടിമേളം, 7-ന് ദീപാരാധന, സഹസ്രനാമാർച്ചന, ചന്ദനം ചാർത്ത്, 7:30-ന് തെക്കുമുറി ദേശത്തിന്റെ താലിവരവ്, രാത്രി 8:30-ന് എഴുന്നള്ളിപ്പ്, 12 മുതൽ പിതൃബലി ദർപ്പണം എന്നിവയുണ്ടാകും. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി കാരുപാത്ര വിജയൻ, മേൽശാന്തി സുധിലാൽ എന്നിവർ കാർമ്മികത്വം വഹിക്കും. മേളത്തിന് കൊടകര ഉണ്ണി നേതൃത്വം നൽകും. എഴുന്നള്ളിപ്പിന് തോട്ടക്കാട്ട് വിനായകൻ ദേവന്റെ തിടമ്പേറ്റും. വാർത്താ സമ്മേളനത്തിൽ മോഹനൻ കുണ്ടോളി, VP ജയൻ, റെജിമോൻ ഐക്കര എന്നിവർ പങ്കെടുത്തു. അതിപുരാതനമായ കലേടം ശ്രീ മഹാദേവ വിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ക്ഷേത്രം തന്ത്രി ഡോക്ടർ വിജയൻ കാരുമാത്ര അവരുടെ സാന്നിധ്യത്തിൽ ഈ വരുന്ന മാർച്ച് 8-ാം തീയതി അതിവിപുലമായി ആഘോഷിക്കുക. മാർച്ച് 1-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9:30-ന് കൊടിയേറ്റം, തുടർന്നുള്ള ദിവസങ്ങളിൽ വിശേഷാൽ പൂജകൾ ഉണ്ടായിരിക്കും. മാർച്ച് 7-ാം തീയതി തണ്ടികവരവ്, 3 ദേശങ്ങളിൽ നിന്നുള്ള തണ്ടികവരവ് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ചുറ്റുവിളക്ക്, നിറമാല, പ്രസാദ ശുദ്ധി എന്നീ ചടങ്ങുകൾക്ക് തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിലെ കല്ലൂർ ഭരതമഠം ചെക്ക് ഡാം റോഡ് നവീകരിക്കുന്നു. KK രാമചന്ദ്രൻ MLA റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മിനി ഡെന്നി പനോക്കാരൻ, പോൾസൺ തെക്കുംപേടിക, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, പഞ്ചായത്ത് അംഗങ്ങളായ ലിൻഡോ തോമസ്, സൈമൺ നമ്പാടൻ, KK സലീഷ് ചെമ്പാറ, മോഹനൻ തൊഴുക്കാട്ട്, കപിൽ രാജ് എന്നിവർ സന്നിഹിതരായിരുന്നു. MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 8.40 ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിലെ ചിക്കിനിക്കുളത്തിന്റെ നവീകരണം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലക്കൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസ്സി വിൽസൺ, വാർഡ് അംഗങ്ങളായ VK വിനീഷ്, അശ്വതി പ്രവീൺ, ഓവർസിയർ സിൻഡോ എന്നിവർ പ്രസംഗിച്ചു. നവീകരണത്തിന് ജില്ലാ ആസൂത്രണ സമിതി നഗരസഞ്ചയം പദ്ധതിയിലൂടെ 99 ലക്ഷം രൂപ അനുവദിച്ചത്. തെക്കേക്കരയിലെ ഏക ജലസ്രോതസ്സാണ് ചിക്കിനിക്കുളം. കൃഷിക്കും കുടിവെള്ളത്തിനും ഈ പദ്ധതി ഉപകാരപ്പെടും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് NREG വർക്കേഴ്സ് യൂണിയൻ പറപ്പൂക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നന്ദിക്കരയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി.
തൊഴിലുറപ്പ് പദ്ധതിക്ക് മതിയായ തുക വകയിരുത്തുക, കൂലി കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, കൂലി 600 രൂപയായി ഉയർത്തുക, ജിയോ ഫെൻസിങ്ങും NMMS-ഉം വഴി തൊഴിൽ ദിനങ്ങൾ നിയന്ത്രിക്കുന്ന നടപടികൾ കേന്ദ്ര സർക്കാർ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ പരിപാടി. യൂണിയൻ ഏരിയ സെക്രട്ടറി TA ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KC പ്രദീപ് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, സെക്രട്ടറി സുലോചന ജനകൻ, ട്രഷറർ രഞ്ജിനി മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ പൊങ്കോത്രയിൽ നിർമ്മിക്കുന്ന സെമി ടർഫിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KC പ്രദീപ് അധ്യക്ഷത വഹിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ 8 ലക്ഷം രൂപയും പഞ്ചായത്ത് പദ്ധതിയിൽ 3 ലക്ഷം രൂപയും ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം. പാലാ രൂപതയിലെ പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോന പള്ളി അങ്കണത്തിൽ ഒരു സംഘം യുവാക്കൾ ആരാധന തടസ്സപ്പെടുത്തി വാഹനങ്ങളുടെ മത്സരയോട്ടം നടത്തിയതിലും അത് വിലക്കിയ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ആറ്റുചാലിലിനെ വാഹനമിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചതിലും ഇരിങ്ങാലക്കുട രൂപത വൈദിക സന്യസ്ത അൽമായ യോഗം പ്രതിഷേധിച്ചു. കുറ്റവാളികൾക്കെതിരെ മാതൃകാപരമായ വിധത്തിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അധികൃതരും പോലീസും കരുതൽ നടപടികൾ എടുക്കണമെന്നും ആവശ്യപ്പെട്ടു. പള്ളിയിൽ ആരാധന നടക്കുന്ന സമയത്ത് യുവാക്കളുടെ സംഘം പള്ളിമുറ്റത്ത് കടന്നുകയറി അതിക്രമം നടത്തിയത് ഗൗരവപൂർവ്വം കാണണം. അതിനേക്കാൾ ഗുരുതരമായ തെറ്റാണ് വാഹനമിടിച്ച് വൈദികനെ കൊലപ്പെടുത്താൻ നടത്തിയ ശ്രമം. കേരളത്തിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദവും വിവിധ വിഭാഗങ്ങൾക്കിടയിലുള്ള സഹിഷ്ണുതാ മനോഭാവവും തകർക്കാനുള്ള ഗൂഢശ്രമം ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് അന്വേഷിക്കണം. കേസ് ലഘൂകരിച്ച് കാണാനും ഒറ്റപ്പെട്ട സംഭവവുമായി ചിത്രീകരിക്കാനുമുള്ള ചില കേന്ദ്രങ്ങളുടെ ശ്രമത്തിൽ ആശങ്കയുണ്ട്. പൊതുസമൂഹത്തിൽ സ്നേഹവും സഹകരണവും വളർത്താൻ എല്ലാ വിഭാഗം ജനങ്ങളും ജാഗ്രത പുലർത്തണമെന്നും കേരളത്തിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദം തകർക്കാനുള്ള ഏതു ശ്രമത്തെയും നിരുത്സാഹപ്പെടുത്തണമെന്നും പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടി. ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു. വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസ് മഞ്ഞളി, മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ, മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ തുടങ്ങിയവർ പ്രസംഗിച്ചു. മുരുക്കുങ്ങൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂരംകാവടി മഹോത്സവം മാർച്ച് 2-ന് ആഘോഷിക്കും. 11 ഗജവീരന്മാരെ അണിനിരത്തിയുള്ള പൂരം എഴുന്നള്ളിപ്പ്, വിവിധ സമാജങ്ങളുടെ നേതൃത്വത്തിൽ കാവടിയാട്ടം, മേളവിദ്വാൻ കൊടകര ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചാരിമേളം, തായമ്പക, നാടൻ കലാരൂപങ്ങൾ എന്നിവ ആഘോഷ പരിപാടികളുടെ ഭാഗമായി അരങ്ങേറും. കെസ്റ്റോർ പദ്ധതിയുടെ മുകുന്ദപുരം താലൂക്ക് ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് കല്ലൂർ നായരങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന 433 നമ്പർ റേഷൻ കട പരിസരത്ത് വെച്ച് നടക്കും. KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷയായിരിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് മുഖ്യപ്രഭാഷണം നടത്തും. അധ്യാപന രംഗത്ത് സേവനമനുഷ്ഠിക്കുന്ന സതീശൻ മാസ്റ്റർ എഴുതിയ 2 നോവലുകൾ പ്രകാശനം ചെയ്തു. തൃശൂർ സാഹിത്യ അക്കാദമിയിലെ ചങ്ങമ്പുഴ ഹാളിൽ നടന്ന ചടങ്ങ് മുൻമന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കല്യാൺ ജുല്യേഴ്സ് MD കല്യാൺ രാമൻ പെരുമാളും നല്ലെഴുത്തും എന്ന നോവലിന്റെ ആദ്യ പ്രതി ഡോക്ടർ ഹരിഹരന് നൽകി. ഈയുണ്ണിയും പരേതാത്മാവും എന്ന നോവൽ സിനിമാ സംവിധായകൻ അനീഷ് ഉപാസന കല്യാൺ 6 ഡയറക്ടർ പ്രകാശിൽ നിന്നും ഏറ്റുവാങ്ങി. ചടങ്ങിൽ വർദ്ധിനി പ്രകാശ്, പ്രിപനൻ ചുണ്ടേലപ്പറമ്പിൽ, വർഗീസ് വാഴപ്പിള്ളി, അനാമിക എന്നിവർ സന്നിഹിതരായി. കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. അക്രഡിറ്റഡ് എഞ്ചിനീയർ ഓവർസിയർ നിയമനത്തിന് പട്ടികവർഗ വിഭാഗക്കാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം, ഡിപ്ലോമ, ITI സർട്ടിഫിക്കറ്റ്. പ്രായപരിധി 21-നും 35 വയസ്സിനും ഇടയ്ക്ക്. താല്പര്യമുള്ളവർ അപേക്ഷ, ജാതി, വിദ്യാഭ്യാസം, യോഗ്യത, പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം മാർച്ച് 5-നകം ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. ഫോൺ 048027061000. മുകുന്ദപുരം താലൂക്ക് വികസന സമിതി യോഗം ശനിയാഴ്ച രാവിലെ 11-ന് മുകുന്ദപുരം താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ചേരും. ചെങ്ങാലൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലേക്ക് GNM യോഗ്യതയുള്ള മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കർ തസ്തികയിലേക്ക്
നിയമനം നടത്തുന്നതിന് മാർച്ച് 5 രാവിലെ 10:30 പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നടത്താനിരുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂ മാർച്ച് 7 മാറ്റിവെച്ചതായി അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9497623570 എന്ന നമ്പറിൽ വിളിക്കുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5760 രൂപയും പവന് 46,080 രൂപയും രേഖപ്പെടുത്തി. ബാംഗ്ലൂരിൽ സ്ഥിരതാമസക്കാരനായ പുതുക്കാട് വാഴപ്പറമ്പിൽ റാഫി അന്തരിച്ചു. 61 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. റിട്ടയേർഡ് റവന്യൂ ഇൻസ്പെക്ടർ മുപ്ലിയം വട്ടോലിപ്പറമ്പിൽ ഭാസ്കരൻ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. റിട്ടയേർഡ് വില്ലേജ് ഓഫീസർ സുലോചനയാണ് ഭാര്യ. മക്കൾ ബിനോയ്, വിനിത. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കേരളത്തിൽ താപനില വീണ്ടും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജാഗ്രതാ നിർദ്ദേശവും അധികൃതർ പുറത്തിറക്കി. ചെങ്ങാലൂർ എടത്തൂട്ടുപാടത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് മതിലിൽ ഇടിച്ചു. അപകടം. ഡ്രൈവർക്ക് പരിക്കേറ്റു. മലയോര പട്ടയം ലഭിക്കാത്തവരുടെ വിവരശേഖരത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വെള്ളിയാഴ്ച മാന്നാമംഗലത്ത് നടത്തുമെന്ന് മന്ത്രി കെ രാജൻ പുല്ലൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നെന്മണിക്കര പഞ്ചായത്തിലെ തലവണിക്കര പുലക്കാട്ടുകര സബ് റോഡ് നാടിന് സമർപ്പിച്ചു. KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കനകമല കാലേടം മഹാദേവ വിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് വെള്ളിയാഴ്ച രാവിലെ കൊടിയേറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ കല്ലൂർ ഭരതമഠം ചെക്ക് ഡാം റോഡ് നവീകരിക്കുന്നു. KK രാമചന്ദ്രൻ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. അളഗപ്പനഗർ പഞ്ചായത്ത് 14-ാം വാർഡിലെ ചിക്കിനിക്കുളത്തിന്റെ നവീകരണം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.